രാവിലൊക്കെ എനിട്ടിതേ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്നലെ കണ്ടതൊന്നല്ല, ഇന്ന് രാവിലത്തേക്ക് ഇതേ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയിരിക്കുന്നു. ക്ലൈമറ്റൊക്കെ ഏത് നിമിഷവും മാറി മറിയും. നോക്കിയേ, നമ്മുടെ റൂമിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നടന്നാൽ കാണുന്നൊരു പള്ളിയാണ്. ഇന്നലെ ഈ പള്ളി അവിടെ ഉണ്ടോയെന്ന് തന്നെ ഞാൻ അറിഞ്ഞില്ല. ഇന്ന് രാവിലത്തേക്ക് ആ പള്ളിയുടെ ഭംഗി ഒന്ന് നോക്കിയേ. രാവിലെ നമ്മുടെ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ആദ്യ സൈറ്റിങ് കിട്ടിയതാട്ടാ. ഇവനാണ് ഇവിടുത്തെ രാജാവ്. അവരൊക്കെ നിയന്ത്രിക്കുന്ന ഇവനാട്ടോ. ഇവന്റെ വരവ് കണ്ടപ്പോൾ നമ്മ പേടിച്ചു പോയി. പക്ഷെ ആളിത്ര പാവാന്ന് ഇപ്പോൾ അറിഞ്ഞത്. ഇത്ര അധികം കാട്ടുപന്നികൾ വാഴുന്നത് നെല്ലിയാമ്പതി ടൗണിലാണ് കേട്ടോ. വീടിന് ചുറ്റും കണ്ടില്ലേ, ഇത്ര അധികം കാട്ടുപന്നികളാണ്. സൂര്യനൊക്കെ ഉദിച്ചു തുടങ്ങി. ചെറിയൊരു തണവും അതുപോലെ തന്നെ സൂര്യരശ്മികളൊക്കെ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ വരണ കാണാൻ എന്തൊരു ഭംഗി. ആ മയിലിന്റെ സൗണ്ടും അതേപോലെ തന്നെ ഈ വീടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. എന്തു പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലത്താണ് ഈ വീടുകളൊക്കെ ഇരിക്കുന്നത്. ഇവന്റെ ഭംഗിയൊക്കെ കണ്ടില്ലേ, എന്ത് മനോഹരം. അതുപോലെ തന്നെ ഇവൻ ഈ ക്ലൈമറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഭംഗിയുള്ളത്. മരത്തിന്റെ മുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ നിലത്ത് വീഴുന്നു കണ്ട് നോക്കിയതാ ഒരു മലയണ്ണാൻ. എന്നും കൂടി ഒന്ന് നോക്കുന്നു പറഞ്ഞ് അടുത്ത ആള്. സൂര്യരശ്മികളൊക്കെ വരുന്ന കണ്ടില്ലേ, എന്ത് ഭംഗി. അതിൻ്റെ ഇടയ്ക്കൂടെ ഇവന്റെ കുസൃതി കണ്ടിരിക്കാൻ ഒരു രസം തന്നെയാട്ടാ. അടുത്തൊരു സൈറ്റിങ്ങാ നീൽഗിരി ലങ്കൂർ, അതായത് കരികുരങ്ങ്. ഇവിടെ നെല്ലിയാമ്പതിയിൽ സർവ്വസാധാരണയാണ് ഇവരെ കാണാനായിട്ട്. അത്ര അധികം മങ്കീസോളാണ് ഇവിടെയുള്ളത്. സാധാ കുരങ്ങന്മാരെ പോലെയൊന്നുമല്ല, ഇത്തിരി കുറുമ്പന്മാരാണ്. കാണാനോ നല്ല ഭംഗിയും. അടുത്ത സൈറ്റിങ് കിട്ടിയത് നമുക്ക് മലമുഴക്കി വേഴാമ്പലാണ്. കാണാൻ ഇത്തിരി റയറാണ്. ഇവിടെ ബ്രീഡിങ് ടൈം ഒക്കെ വരുന്നത് ജനുവരി, മെയ്, ജൂൺ. ഈ ടൈമിലാണ് ബ്രീഡിംഗ് ഒക്കെ വരുന്നത്. ബ്രീഡിങ് ആയാലോ ആൺവേഴാമ്പലിന് പണിയാണ്. ഫീമെയിൽ മുട്ടയിടാൻ കയറിക്കഴിഞ്ഞാൽ കുഞ്ഞിറങ്ങണ വരെ ആൺവേഴാമ്പലാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്. ഇവർ വലിയ വലിയ മരത്തിന് മുകളിലാണ് മുട്ടയിടുന്നത്. പൊത്തൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ വേഴാമ്പൽ കയറിയിരിക്കുമ്പോൾ ഒരു കൊക്ക് മാത്രമാണ് പുറത്ത് കാണുന്നത്. നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ കിളി എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണേന്ന്. വേറെ ഒന്നല്ല, ഇവരെ കാഷ്ടം കൊണ്ട് ഇവർ ആ കൂട് മൊത്തം അടച്ചു മൂടും. ഒരു കൊക്ക് പോകാനുള്ള ഒരു ഭാഗം മാത്രമാക്കി വെക്കും. അതോ മെയിൽ വേഴാമ്പൽ മൊത്തം വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കുഞ്ഞിനും അമ്മയ്ക്കും കൊടുക്കുന്ന രംഗങ്ങളൊക്കെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു രംഗം കിട്ടാനായി കുറേ വട്ടം ഞാൻ നെല്ലിയാമ്പതി പോയിട്ടുണ്ട്. പക്ഷെ ഒരു വട്ടം പോയപ്പോൾ കുഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് കിട്ടിയത്. ആ വീഡിയോസുകളൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മലമുഴക്കി വേഴാമ്പലിനൊക്കെ കണ്ടിരുന്ന ടൈമിൽ കാലുമേ അട്ട കയറിയത് അറിഞ്ഞില്ല. ഇന്നലെ മഴയൊക്കെ പെയ്ത് നെല്ലിയാമ്പതി തണുത്തിരിക്കുന്ന നേരല്ലേ, കുറച്ച് രക്തം കിട്ടാൻ വേണ്ടി പുറത്തിറങ്ങിയതാട്ട ഇവര്. വേഴാമ്പലിനെയും അതുപോലെ തന്നെ മലയണ്ണാനെയും കുരങ്ങനെയൊക്കെ കണ്ട് അട്ടേരെ കടിയൊക്കെ കിട്ടി തിരിച്ചു വരുമ്പോൾ ഈ ഒരു പള്ളി ഒരു രക്ഷയില്ല. എന്തൊരു ഭംഗിയാണ്. ഇതേത് ഭാഗത്താണെന്നല്ലേ, നമ്മളെ കേശവൻപാറ പോണ ഭാഗത്താണ് ഈ പള്ളി. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയും അമ്പലങ്ങളൊക്കെ ഇരിക്കുന്ന പ്ലേസുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലത്താട്ടോ. എത്ര വട്ടം വന്നാലും ഈ ഒരു സ്ഥലത്തേക്ക് പോവാണ്ട് നമ്മ ആരും പോവില്ല. നമ്മുടെ നെല്ലിയാമ്പതിയുടെ സീതാർകുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാട്ടോ. ഈ സ്ഥലം കാണുമ്പോൾ ജുറാസിക് വേൾഡിൻ്റെ സിനിമയൊക്കെ ഓർമ്മ വരുന്നു. അതേ കവാടങ്ങളൊക്കെ സീതാർകുണ്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ റോഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ധൈര്യമായിട്ട് നമുക്ക് വണ്ടികളൊക്കെ കയറ്റാം.
ഒരു വണ്ടിക്ക് 30 രൂപ എന്ന നിരക്കിലാണ് ഇവിടെ പാർക്കിംഗ് ഒക്കെ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പോകുന്ന സ്ഥലം സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ്. വണ്ടി പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡ് ഒരു നടത്താം. അത് സീതാർകുണ്ടിക്ക് പോകുന്ന എല്ലാവർക്കും അറിയാം, എന്നാലൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപകട മേഖല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നെല്ലിയാമ്പതിന്ന് വരാൻ കാരണം ഇവന്മാരാണ് കേട്ടോ. ഇവരെ ചുറ്റും നെല്ലിക്ക മരങ്ങളുണ്ട്. ഈ ഒരു പേരും വെച്ചിട്ടാണ് നെല്ലിയാമ്പതി എന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പക്ക വ്യൂ പോയിന്റ് ആണ്. അതാണ് അപകട മേഖല എന്ന് എഴുതിയിട്ടുള്ളത്. വലിയ കൊക്കകൾ തന്നെയാണ് കേട്ടോ. ചുറ്റും കമ്പിവേലി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഈ ഇവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിൻ്റെ ഒരു എൻഡാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം ചുറ്റും ഫോറസ്റ്റ് ആയതുകൊണ്ട്. വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് നമ്മ ഒരു ഐസ്ക്രീം കഴിക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചേട്ടാ, ഒരു അമ്മക്കുരങ്ങും ഒരു കുട്ടിയും. ഇവർ ശ്രദ്ധിച്ച് നോക്കിക്കണ വേറെ ഒന്നല്ല കേട്ടാ. എവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റാൻ പറ്റണം അതൊക്കെ തന്നെയാണ് ഇവരെ പ്ലാൻ. ഇവൻ ചവച്ചരക്കണ വേണ്ടിയില്ലേ എൻ്റെ മോളെ കയ്യിൽ റാഞ്ചിട്ടാ. പിള്ളേരാണ് മെയിൻ ടാർജറ്റ്. നെല്ലിയാമ്പതി വരുന്ന ആൾക്കാരൊക്കെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് തിരിച്ചു പോകാറുള്ളൂ. ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്ന് ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാം. അങ്ങനെ ഫാമിൻ്റെ ഉള്ളിൽ കയറി 10 രൂപയാട്ടോ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ഫാമിൻ്റെ ഉള്ളിൽ കാണാൻ കുറച്ചധികം കാഴ്ചകളുണ്ട്. പക്ഷെ വരുന്ന ടൈം ഇത് രാവിലെ ആയിക്കഴിഞ്ഞാൽ കുറേ അധികം എനിമൽസിനെ കാണാം. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നതാണ് കുറേ റാബിറ്റ്, കുറേ അധികം മൊയിലുകുട്ടപ്പന്മാരുണ്ട് അവിടെ. ഇവരെ മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ ഫാമിൽ കുറേ പക്ഷിമൃഗാദികളുണ്ട്. കൂടുതലും പ്രാവാണ് കൂടുതലും. ഫാമിനെ കാവിൽ നിൽക്കാനായിട്ട് കുറച്ചധികം നായകളുണ്ട്, കുറച്ചധികം പശുക്കളും ഉണ്ട്. പക്ഷെ അവർ മെയ്യാനായിട്ട് പോയിരിക്കാട്ടോ. ഞാൻ പറഞ്ഞില്ലേ അത്ര അധികം പ്രാവുകളാണ്. നല്ല വെറൈറ്റി പ്രാവുകൾ കാണാൻ പറ്റും. ഫാമിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ആടുകളെ കാണാൻ പറ്റും. പക്ഷെ ഇവർ ഇതേ വലിപ്പം തന്നെയാണ് ഉള്ളത്. ഇവർ ബ്രീഡിങ് ആയാലും ഇതിലായാലും ചെറിയ വലിപ്പം തന്നെയാണ് കേട്ടോ ഈ കാണാനായിട്ട്. ഇതെന്താ ബ്രീഡെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബ്രീഡിനെ അറിയുന്നവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഒറ്റ നോട്ടത്തിൽ കണ്ട നമ്മൾ വിചാരിക്കും ഒട്ടകപക്ഷിയാണ്. പക്ഷെ അല്ല, യമു എന്നൊരു ബ്രീഡാണ് കേട്ടോ. ഇതുപോലത്തെ ബ്രീഡുകളും വെറൈറ്റി ആടുകളും അതുപോലെ തന്നെ കുറച്ചധികം പശുക്കളും കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഫാമൊക്കെ ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും കേട്ടോ. പ്രത്യേക അനുഭവം തന്നെയാണ്. നമ്മൾ ഇതൊക്കെ കണ്ട് നേരെ തിരിച്ചിറങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു ഹോട്ടലുണ്ട്. ശനിയും ഞായറും മാത്രമാണ് ഈ ഹോട്ടലിൽ പ്രവർത്തിക്കുന്നത്. ഫുഡൊക്കെ ഉണ്ടല്ലോ, അടിപൊളി ഫുഡാണ് കേട്ടോ. ഫുഡ് അടിച്ചൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ റെസ്റ്റൊക്കെ എടുത്ത് സമാധാനമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പോകാൻ പറ്റും. തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇതുപോലത്തെ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആനേനൊക്കെ കാണാൻ കൂടുതലും പറ്റുന്ന സമയം ഈവനിങ്. ഈ പ്രാവശ്യത്തെ നെല്ലിയാമ്പതി യാത്ര അത്രയും മനോഹരമായിരുന്നു. ഓരോ വട്ടവും നമുക്ക് കാട് നല്ല കാഴ്ചകളാണ് തരുന്നത്. ഇതേപോലത്തെ കാഴ്ചകളൊക്കെ തരുമ്പോൾ മനസ്സിനൊക്കെ ഒരു സമാധാനമാണ് കേട്ടോ. എന്തായാലും നെല്ലിയാമ്പതി യാത്രകൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. നല്ല കാഴ്ചകളായിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഈ റൂമിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ജസ്റ്റ് ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ നന്നായിരിക്കും.